അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ പനീർ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് പനീർ. 1 കിലോത്തിൻ്റെ പനീറിൻ്റെ പാക്കറ്റാണിത്. ഇതിന് നമ്മൾ ആവശ്യത്തിന് കുറച്ചെടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ 2 വലിയ ഉള്ളി ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം 1 എടുത്തിട്ടുള്ളത്, അതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പും പുതിന, പിന്നെ ഏലക്കായ്, പട്ട, ഗ്രാമ്പു, പിന്നെ തക്കാളി സോസ്, തേങ്ങാപ്പാൽ, അണ്ടിപ്പരിപ്പ് പിന്നെ അരച്ച് വെച്ചാണ്. ഇത് കസ്തൂരി മേത്തിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി ഇതൊക്കെ ചേർക്കാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇത് ചോറുക്കും പിന്നെ ചായൻ്റെ കടിക്കൊക്കെ നല്ല രസമാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പട്ടി, ഏലക്കായും കറാമ്പൂവും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ജീരകം 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറോളം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സഹകരിക്കുക കേട്ടോ. നമുക്കിനി കുറച്ചും കൂടെ സബ്സ്ക്രൈബ് വേണം, 1000 സബ്സ്ക്രൈബ് ആവാൻ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര എത്തിയത്. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും കാണുവാനും ചെയ്യുവാനൊക്കെ തൗഫീഖ് അല്ലാഹ് തരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നാലേ ഉപ്പിട്ട് കൊടുത്താലാണ് വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് ഉള്ളി ഒന്ന് വഴറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചിടുള്ളൂ, തോനൊന്നും ഇടില്ല. ഒന്നിങ്ങനെ ഒന്ന് വാടി കിട്ടിയാൽ അത്രയും നല്ലതല്ലേ വേഗം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. ഇത് നല്ലൊന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ അത് പിന്നെ നീരൊന്ന് വറ്റുവോളം നമുക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ആ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ പിന്നെ ചേർത്ത് കൊടുക്കട്ടോ. അടിച്ചതുകൊണ്ട് വേഗം കൊണ്ട് വെന്ത് കിട്ടും. ഒരു തക്കാളിക്ക് ഉണ്ടാകും ഒരു പച്ച ചുവ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത്. കണ്ട നമ്മൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണില്ലേ, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാതും കൂടെ ഇട്ടിട്ടൊന്ന് നമുക്ക് നല്ലത് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണമല്ലോ. നമ്മളെല്ലാവരും ഇറച്ചും മീനും ഇലക്കറികളും കടലക്കറികളും ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കി. ഇതൊന്ന് മാറി ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് വെക്കും. ഉണ്ടാക്കിയൊരു 1-2 മണിക്കൂർ ഇരിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയതിനെക്കാട്ടും ടേസ്റ്റാണ്. ഉണ്ടാക്കി അപ്പം തന്നെ കൂട്ടിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കൂട്ടുമ്പോൾ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അത് പനീർ ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ പീസായി വന്നതാണ്, നമ്മൾ കട്ട് ചെയ്തൊന്നുമല്ല.
അപ്പോൾ ഇതെല്ലാതും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നമുക്കിത് വേവാനൊരു തുള്ളി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ലാസ്റ്റുള്ള വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടിയിട്ടാണ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ മസാല ഇതും കൂടെ ഒന്ന് കിടന്ന് വെന്തോളും. ഓവർ വേവൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം വേവേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ പെരുന്നാളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരും മരവ് പോണവർ പോയി വന്ന് ചെയ്ത് എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി തുടങ്ങിയില്ലേ. നമുക്ക് ഇന്നത്തെ പെരുന്നാൾ വരണം ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാൻ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ചുടുവെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ചുടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തിരുന്നു. ഇത് ഇതിലേക്ക് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. പിന്നെ ഒരു കുറുകലും കിട്ടും ഇതിങ്ങോട്ട് ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ. രണ്ടിനും നല്ല തന്നെ ഉണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം, വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊന്ന് മൂടിയിട്ടാണൊന്ന് കത്തിച്ച് വെക്കട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി. ഇനി ഇതിക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കുറച്ച് നമുക്ക് കിട്ടും. നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ആയാലും ഉണ്ടാവില്ല ഇതിക്ക്. ഇതിപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഇതിക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരു 1.5 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണാണ് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് മുളക് പൊടിയും 2 പച്ചമുളകും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കണം. കുരുമുളക് ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കാരണം പച്ചമുളകിനെക്കാട്ടി മുളകുണ്ടെക്കാട്ടിയൊക്കെ ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മളൊരു ക്യാപ്സിക്കം വെട്ടി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് പിന്നെ നല്ല വെന്ത് അടയരുത് കേട്ടോ. ഇതിങ്ങനെ പെറുക്കി തിന്നാൽ നല്ല രസമാണ്. നല്ല ഒരു പകുതി വേവിൽ വെന്തിട്ട് പിന്നെ നമ്മൾ ഈ ആദ്യത്തെ ആ ചൂടിൽ തന്നെ കിടന്ന് വേവും. അത് പിന്നെ ബാക്കി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പെറുക്കി തിന്നാൻ. വെന്തഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തിയത്. എല്ലാതും ചേർത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം. ഇനി നമുക്ക് കസ്തൂരി മേത്തി ഒന്ന് ഇങ്ങനെ കയ്യിലിട്ടാണ്ട് വറുതിയാണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവരവരുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. കുറച്ച് ഉലുവെടുത്താണ്ട് മണ്ണിലിട്ട് കൊടുത്താൽ മതി, എന്തിലേക്ക് പാത്രത്തിൽ. അപ്പോൾ മുളച്ച് വന്നാൽ അത് ഉണക്കണതാണ് കസ്തൂരി മേത്തി. അതിപ്പോൾ ആ പച്ച ഉണ്ടെങ്കിൽ നമുക്ക് കറിക്കൊക്കെ ഇങ്ങനെ കൂട്ടാൻ ഇതുപോലെ ഉണ്ടാക്കണേക്ക് ഒഴിച്ചെടുത്താൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. അത് നേരിയൊരു കയ്പ്പുണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ പച്ചപ്പട്ടാണിയും അതും കൂടെ കറി വെച്ച് തേങ്ങാപ്പാലും കുരുമുളകും ഇട്ടാൽ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെ തിളച്ച് മറിയത് കേട്ടോ. നല്ല ചൂട് വന്ന് നിറ വെന്തോളം ആയി കിട്ടിയാൽ പിന്നെ നമുക്കത് ഓഫാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് അപ്പം പൊതിയുന്നുണ്ട് ഇടാൻ, അതും കൂടെ അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊന്ന് നിറ വെന്ത് നല്ല എല്ലായിടത്തും ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കണം. ചൂട് കയറണുള്ളൂ, നല്ല ഒന്ന് ചൂടാവട്ടെ കേട്ടോ.
കഴിച്ചിട്ട് തുള്ളാനോ തിളക്കാനോ ഒന്നും പാടില്ല. കാരണം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പോകും നമ്മൾ തിളച്ച് ഇതാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. നല്ല നിറമായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അടിപൊളി കറിയാണ്. ഒരു കറി ഉണ്ടാക്കിയാൽ തന്നെ രണ്ടുക്കും കഴിക്കട്ടോ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.